Hi students, welcome back to Max Cafe KU. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെമസ്റ്റർ 2 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മൊഡ്യൂൾ 1-ലെ ടോപ്പിക്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമുക്കപ്പം പോവാം. അതുപോലെ നമുക്ക് സെമസ്റ്റർ 2-ൻ്റെ പെയ്ഡ് നോട്ട്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം. സെമസ്റ്റർ 2-ൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പെയ്ഡ് നോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം. ഒരു സബ്ജക്റ്റ് 150 റുപ്പീസാണ് സ്റ്റാറ്റിൻ്റെ. പിന്നെ സ്റ്റാറ്റിൻ്റെ കാര്യത്തിൽ ഫ്രീ ക്ലാസ്സും കൂടെ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. കംപ്ലീറ്റ്ലി 4 മോഡ്യൂളും കവർ ചെയ്യുന്ന ക്ലാസ്സസാണ്, ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്തുവാണ് റാൻഡം എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. അത് കണക്ക് ഈവൻ്റ് എന്തുവാണെന്ന് നിങ്ങൾ പഠിക്കണം. അതുപോലെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഔട്ട്കംസ് അതും നിങ്ങൾ എന്തുവാണെന്ന് നോക്കണം. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. 4 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. അത് കണക്ക് സിഗ്മ ഫീൽഡ് ഓഫ് ഇവൻറ്റും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ എന്തായാലും നോക്കണം. ഓക്കെ, പിന്നെ ഇത് നോക്കിയേക്കണം. പിന്നെ ആക്സിയോമാറ്റിക് അപ്രോച്ച് ടു പ്രോബബിലിറ്റി നോക്കിയേക്കണം. സാമ്പിൾ സ്പേസ് എന്താണെന്ന് നോക്കണം. പിന്നെ അഡിഷൻ തിയറം അത് നോക്കണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബബിലിറ്റിയും ഇത് നോക്കണം. ഈ പ്രോബബിലിറ്റിയുടെ തന്നെ കുറേ തിയറംസ് ഒക്കെ ഉണ്ട്. അതുപോലെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ലാത്തൊരു ടോപ്പിക്കാണ് ഓൾജിബ്ര ഓഫ് ഇവൻറ്റ്. അതൊരു 5 എണ്ണം ഉണ്ട്. കോംപ്ലിമെൻറ്റ്, സബ് ഇവൻറ്റ് അല്ലെങ്കിൽ സൂപ്പർ ഇവൻറ്റ്, യൂണിയന്, ഇൻ്റർസെക്ഷൻ. ഇതൊന്ന് നോക്കണം. അതിൻ്റെ പ്രോബ്ലംസ് ഒന്ന് നോക്കണം. നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ലോസ് ഓഫ് ഓൾജിബ്ര ഓഫ് ഇവൻറ്റ് ഒന്ന് നോക്കിയേക്കണം. ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവും എക്സോസ്റ്റീവും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷവും PYQ ആയിട്ട് ചോദിക്കുന്നതാണ്. അത് നിങ്ങൾ നോക്കിയേക്കണം. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റിയുടെ കാര്യം പറയണ്ടല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക്. അത് നോക്കിയേക്കണം. അതേപോലെ സിഗ്മ ഫീൽഡ് ഓഫ് ഇവൻറ്റും ഒന്ന് നല്ല രീതിയിൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. പിന്നെ പ്രോബബിലിറ്റിയുടെ കാര്യത്തിൽ തന്നെ കുറേ നമുക്ക് തിയറംസ് ഉണ്ട്. ഇപ്പം പ്രോബബിലിറ്റിയുടെ കുറേ തിയറംസ് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. P of A plus P of A കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു 1. അത് കണക്ക് കുറേ 5 തിയറംസ് ഉണ്ട്. പിന്നെ അഡീഷൻ തിയറത്തിൻ്റെ തന്നെ 2 ഇവൻറ്റ്സും 3 ഇവൻറ്റ്സും നോക്കി വെച്ചേക്കുക. അതിൻ്റെ പ്രൂഫൊക്കെ എസ്സേ പാർട്ടിലായിരിക്കും ചോദിക്കുന്നത്. അത് നോക്കി വെച്ചേക്കുക. പ്രോബ്ലംസ് എല്ലാം ഒന്ന് നോക്കുക. പ്രോബ്ലംസും ചേർത്തായിരിക്കും എസ്സേ പാർട്ടി ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നത്. പിന്നെ ലിമിറ്റേഷൻ തിയറംസ് ഓൺ പ്രോബബിലിറ്റി ഒക്കെ ഒന്ന് നോക്കുക. കുറച്ച് തിയറംസ് ഉണ്ട്, അത് നല്ല വൃത്തിയായിട്ട് നോക്കുക. അതിൻ്റെ പ്രോബ്ലംസ് നോക്കുക. ക്വസ്റ്റ്യനൊക്കെ വരാൻ നല്ല സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു ടോപ്പിക്കും കൂടെ ഉണ്ടായിരുന്നു. ഈ നമ്മുടെ ലിമിറ്റേഷൻസ് ഓഫ് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ആ ടോപ്പിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കുക. നിങ്ങൾ മുമ്പേ പഠിച്ചതാണ്. മെയിനായിട്ട് നോക്കേണ്ട ടോപ്പിക്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി, സിഗ്മ ഫീൽഡ് ഓഫ് ഇവൻറ്റ്, ആക്സിയോമാറ്റിക് അപ്രോച്ച്, പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബബിലിറ്റിയും അഡീഷൻ തിയറം അതാ വലുതായിട്ട് കൊടുത്തേക്കണം. അഡീഷൻ തിയറത്തിൽ നിന്നായിരിക്കും 50 മാർക്കിൻ്റെ ചോദ്യം വരുന്നത്. അതിൻ്റെ പ്രോബ്ലംസ് എല്ലാം നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക. അതുപോലെ ഈ 4 മൊഡ്യൂളിൽ തന്നെ ഏറ്റവും സിമ്പിൾ മൊഡ്യൂളാണ് മൊഡ്യൂൾ 1. PYQ ഒക്കെ റെഫർ ചെയ്താൽ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ കിട്ടും. അപ്പം റെഫർ PYQ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. 4 മൊഡ്യൂളും പഠിക്കാൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം നോക്കാതെ അതിന് മുമ്പത്തെ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതിന് ശേഷം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. അതിന് മുമ്പത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും റെപ്പിറ്റേഷനുള്ള സാധ്യത കൂടുതൽ. അപ്പം എല്ലാവരും PYQ നല്ല വൃത്തിയായിട്ട് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് നോക്കുക. നമ്മുടെ 5 ഇയർ കമ്പൈലേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കമ്പൈലേഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ നമ്മുടെ കോഴ്സ് ഇതുവരെ ഒന്നും നോക്കാത്തവർക്കാണെങ്കിൽ ഈ പെയ്ഡ് കോഴ്സ് എടുത്ത് പഠിക്കുക. നോട്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ നോക്കുക. ഫ്രീ ക്ലാസ്സസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ബാക്കി വീഡിയോ നമ്മൾ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.